الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് കഴിവിന്റെ പരമാവധി കീഴ്പ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ച് മാതൃകായോഗ്യരായ മുത്തഖികളായി മുഅ്മിനുകളായി മരണപ്പെടുവാനുള്ള നിരന്തരമായ പ്രാർത്ഥനയും ജാഗ്രതയും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മാസങ്ങളുടെ, ആഴ്ചകളുടെ, ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരിക്കൽ കൂടി റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. റമദാൻ മഹത്തായ, അനുഗ്രഹീതമായ, മുബാറക്കത്തായ മാസമാണ് എന്ന് നമുക്കറിയാം. ഓരോ അനുഗ്രഹങ്ങൾക്കും കണക്ക് പറയേണ്ടി വരുന്നവരാണ് നമ്മൾ എന്നും നമുക്കറിയാം. കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചിലർ ഇന്ന് നമ്മളോടൊപ്പമില്ല. റമദാനിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം മരണപ്പെട്ടു പോയവരും റമദാൻ പിറ കണ്ടതിന് ശേഷം 1-2 മണിക്കൂറിന് ശേഷം മരണപ്പെട്ടു പോയവരും വരെ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് വരുമ്പോഴും ഒരു മരണവാർത്ത കേട്ടാണ് ഞാൻ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മരണപ്പെട്ടു പോയ നമ്മിലെ സത്യവിശ്വാസികൾക്കെല്ലാം ഖബറിടം സ്വർഗ പൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ റബ്ബ് മാപ്പാക്കി കൊടുക്കുകയും അവർ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ.
മറ്റൊരു വിഭാഗം ആളുകൾ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട്. റമദാനായിട്ടും ഒരു നോമ്പെടുക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടമുള്ളവർ, രോഗം കൊണ്ട് മറ്റവശതകൾ കൊണ്ട്. അല്ലാഹു അവർക്കെല്ലാം വേഗം ശിഫ നൽകുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റമദാനിനെ കൂടി തന്നിരിക്കുന്നു. അതെന്തിനു വേണ്ടിയായിരിക്കാം? അല്ലാഹുവിന് നമ്മളോടുള്ള കൃപ, നമ്മളോടുള്ള ദയ, നമ്മളോടുള്ള സ്നേഹം, നമ്മളോടുള്ള വാത്സല്യം എന്നിവയാണ് നമുക്ക് മാത്രം അങ്ങനെ ഒരു അവസരം തരാനുള്ള കാരണം. ഈ ഒരു റമദാൻ കൊണ്ടെങ്കിലും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ വീഴ്ചകളെ കവച്ചു വെക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് കൂടുതൽ കൂടുതൽ നടന്നെടുക്കാനും ഈ റമദാനിന്റെ രാത്രിയോ പകലിലോ ഇതിന് ശേഷമോ മരണപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായി മരിക്കാനുമുള്ള ഒരു ശ്രമം നമുക്കൊരിക്കൽ കൂടി നടത്താനുള്ളതാണ് ഈ റമദാൻ. അള്ളാഹു അങ്ങനെ തന്നെ നമ്മളെ ആക്കുമാറാവട്ടെ. റമദാൻ എന്നാൽ അതിന്റെ പദപരമായ അർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ്. മുസ്ലിം സമൂഹം ഇപ്പോൾ റമദാൻ കരിച്ച് കളയാനുള്ളതാക്കി മാറ്റിയോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിവിധ തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് സാധനങ്ങൾ കരിച്ചും പൊരിച്ചും വേസ്റ്റ് കൊട്ടയിലും തെങ്ങും ചുവട്ടിലും പശുവിനും പട്ടിക്കും പൂച്ചക്കുമൊക്കെ എറിഞ്ഞു കൊടുക്കാനുള്ള ഒരു മാസമായി മാറിയോ? പാപങ്ങൾ കരിച്ചു കളയാനുള്ള മാസം എന്നത് നമ്മൾ നമ്മുടെ വീടിന്റെ അടുക്കളയിലേക്കും അടുക്കളപ്പുറത്തേക്കും നോക്കി തീരുമാനമെടുക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ പഠിപ്പിച്ചത് മനുഷ്യന്റെ, വിശ്വാസിയുടെ മനം തപം ചെയ്ത് ചൂടാക്കി ചൂടാക്കി ആരാധനകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ദിക്ർ ദുആകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ ചൂടാക്കി ചൂടാക്കി ആ ചൂടിൽ വെന്തു പൊരിഞ്ഞ് അവരിലെ പാപങ്ങൾ ഇല്ലാതായി തീരണം എന്ന അർത്ഥത്തിലാണ്. സ്വലാത്തുൽ അവ്വാബീന ഹൈന തർമദുൽ ഫിസ്വാൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദുഹാ നമസ്കാരം എപ്പോഴാണെന്ന ചോദ്യത്തിന്റെ മറുപടിയാണത്. ഹൈന തർമദുൽ ഫിസ്വാൽ. മണൽ ചൂടായി ചൂടായി ഒട്ടകക്കുട്ടികൾക്ക് അതിന്റെ കുഞ്ഞു കുളമ്പ് മണലിൽ വെക്കാൻ കഴിയാത്ത രൂപത്തിൽ പൊള്ളുന്ന സമയം തുടങ്ങുന്നത് എപ്പോഴാണോ അപ്പോഴാണ്. അവിടെ പൊള്ളിക്കരിഞ്ഞു പോകുന്ന ആ സമയത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേര് റമദാൻ എന്നാണ്. നമ്മുടെ മനസ്സിനെ ചൂടാക്കിയെടുക്കാൻ, നമ്മുടെ മനസ്സിനെ പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടുന്ന മാസമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. വിശ്വാസി സമൂഹമേ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമായിരിക്കും. സിയാം എന്നാൽ ഭാഷാപരമായി അൽ ഇംസാഖ് എന്ന പിടിച്ചുവെക്കൽ, പിടിച്ചുകെട്ടൽ എന്നിങ്ങനെ. അതിന് മതപരമായ അർത്ഥം മുഅ്മിനീങ്ങളെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അൽ ഇംസാഖു ബിനിയ്യത്തി തഅബ്ബുദി അനിൽ അക്ലി വശുർബി വൽ ജിമാഇ വസായിരി ശഹവാത്തി വസായിരിൽ മുഫത്തറാത്തി തഖർറുബൻ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന ഉദ്ദേശത്തോടെ, അല്ലാഹുവിനോട് സമീപസ്ഥനാവണമെന്ന ഉദ്ദേശത്തോടെ ഭക്ഷണവും പാനീയവും ലൈംഗിക വിചാരങ്ങളും മനസ്സിന്റെ വ്യാമോഹങ്ങളും നോമ്പ് മുറിയാനിടയാകുന്ന നോമ്പിന്റെ ചൈതന്യത്തിനും മാഹാത്മ്യത്തിനും ആദരവിനും ബഹുമാന്യതയ്ക്ക് നിരക്കാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും ഇതൊരു സമ്പൂർണമായ ആരാധനയാണ് എന്ന നിയ്യത്തോടുകൂടി
മാറി നിൽക്കലാണ്, പിടിച്ചു നിർത്തലാണ് നോമ്പ് എന്നാണ്. അങ്ങനെ പിടിച്ചു നിർത്തിയാൽ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, ആദം അലൈഹിസ്സലാം മുതൽ നിങ്ങളോളം വരുന്ന എല്ലാ സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമായിരുന്നു. അവരെല്ലാം ആ നോമ്പ് കൊണ്ട് തഖ്വയുള്ളവരായി. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളും അങ്ങനെ തഖ്വയുള്ളവരാവണം. തഖ്വയുള്ളവരാവുക, സൂക്ഷ്മതയുള്ളവരാവുക, ഭയഭക്തിയുള്ളവരാവുക, വിനയമുള്ളവരാവുക, അള്ളാഹുവിന്റെ മുമ്പിൽ സമ്പൂർണമായ വിധേയത്വം സമ്പത്തിനും മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. അതെങ്ങനെയാണെന്ന പരിശീലന കാലമാണ് റമദാൻ കൊണ്ട് വിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവതക്ക് മാർഗദർശനം നൽകാൻ അവതരിച്ച ഖുർആൻ അവതരിച്ചു തുടങ്ങിയ മാസം. മാത്രമല്ല വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിന്റെ രീതിശാസ്ത്രങ്ങൾ എന്താണെന്നതിന്റെ വ്യക്തമായ വിശദീകരണമുള്ള ഗ്രന്ഥം. മാത്രമല്ല വൽ ഫുർഖാൻ, സത്യമേത് അസത്യമേത്, ധർമ്മമേത് അധർമ്മമേത്, വേണ്ടതേത് വേണ്ടാത്തതേത്, നീതിയേത് അനീതിയേത്, വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും വിചാരവികാരങ്ങളിലും ഒക്കെയുള്ള ഈ തിരിച്ചറിവുണ്ടാക്കിയെടുക്കാനുള്ള മാസമാകുന്നു നമുക്ക് റമദാൻ. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി കാണരുത് എന്ന് നമ്മൾ തീരുമാനിച്ചതൊന്നും ഇനി ഒരു നാളും നമുക്ക് കാണാൻ പാടില്ലാത്തതാണ് എന്ന തിരിച്ചറിവുണ്ടാക്കി എടുക്കേണ്ടതാണ് റമദാൻ. ഇപ്പോൾ ഈ 3-4 ദിവസമായി നമ്മൾ പുതുതായി തുടങ്ങി വെച്ച നല്ല കാര്യങ്ങൾ അത് ജീവിത അവസാനം വരെ ഇത് നിലനിർത്തേണ്ടതാണ് എന്ന തിരിച്ചറിവുണ്ടാക്കാൻ കഴിയുന്ന, നമ്മൾ ഒഴിവാക്കിയ സംസാര മര്യാദകൾ, നമ്മൾ ഒഴിവാക്കിയ കാഴ്ചയുടെ ശീലങ്ങൾ, കേൾവിയുടെ ശീലങ്ങൾ, ചിന്തയുടെ ശീലങ്ങൾ, പ്രവർത്തനത്തിന്റെ ശീലങ്ങൾ, പങ്കാളിത്തത്തിന്റെ ശീലങ്ങൾ, ഇതിലെ നന്മ ഏത് തിന്മ ഏത് എന്ന് ഈ 3-4 ദിവസം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലതിൽ നിന്നും ഇപ്പോൾ ഒഴിവായി നിൽക്കുന്നതും മറ്റു പലതും ഇപ്പോൾ പുതുതായി തുടങ്ങിയതും. പ്രിയപ്പെട്ടവരെ, അതൊന്നും റമദാൻ മാസമായതുകൊണ്ട് തുടങ്ങിയതാണ്, റമദാൻ മാസമായതുകൊണ്ട് നിർത്തിയതാണ് എന്ന് നമ്മൾ വിചാരിക്കാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെടും എന്നർത്ഥം. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ മുത്തഖികളാണ്. നമുക്ക് ഇങ്ങനെ പാടുള്ളൂ, അങ്ങനെയൊന്നും നമുക്ക് പാടില്ല. നമ്മൾ മുഅ്മിനീങ്ങളായി ഇരിക്കുന്നിടത്തോളം കാലം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കാനുള്ളതാകുന്നു പരിശുദ്ധ റമദാനും വിശുദ്ധ ഖുർആനും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് റമദാനിന്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ആകയാൽ ആ മാസത്തിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവരാണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് ഓർമ്മയുണ്ടോ, അവർക്ക് ആരോഗ്യമുണ്ടോ, അവർക്ക് കഴിവുണ്ടോ എങ്കിൽ അവർ നോമ്പെടുത്തേ മതിയാവൂ. നിസ്സാരമായ രോഗങ്ങളുടെ പേരിലോ, നിസ്സാരമായ യാത്രയുടെ പേരിലോ, ഗർഭമാണെന്നതിന്റെ പേരിലോ, മുലയൂട്ടുന്നവരാണെന്നതിന്റെ പേരിലോ നിസ്സാരമായി മാറ്റി നിർത്താവതല്ല പരിശുദ്ധ റമദാൻ എന്ന് ഈ ആയത്ത് പറയുന്നു എന്ന് സഹാബത്ത് ഒന്നടങ്കം പറയുന്നു. മുകളിലെ ആയത്തിൽ വയലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ കഷ്ടപ്പെട്ട് മാത്രം നോമ്പെടുക്കാൻ കഴിയുന്നവർക്ക് ഫിദിയ കൊടുത്ത് നോമ്പിൽ നിന്ന് ഒഴിവാകാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയും, ആ ആയത്ത് വന്നപ്പോൾ മിന്നാ മൻ നസൂമു വമിന്നാ മൻ ലൻ നസൂമു, ഞങ്ങളിൽ നോമ്പെടുക്കുന്നവരുമുണ്ടായി നോമ്പെടുക്കാത്തവരുമുണ്ടായി. കഴിവില്ലാത്ത, ഫിദിയ കൊടുക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട മനുഷ്യന്മാരും വയസ്സന്മാരും ഒക്കെ കഷ്ടപ്പെട്ട് നോമ്പെടുത്തു. കഷ്ടപ്പെടാതെ നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ, അപ്പൊ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരും പൈസക്കാരും ഒക്കെ ഫിദിയ കൊടുത്ത് നോമ്പെടുക്കാതെ നടന്നു. അത് ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും വിഷമമായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്ത് വന്നു, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ഇനി മുതൽ ഈ മാസത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം നോമ്പെടുക്കണം എന്ന് പറഞ്ഞതിലൂടെ ഫിദിയ കൊടുത്ത് ഒഴിവാകാം എന്ന
ആ നിയമം തന്നെ മൻസൂഖായി ദുർബലമായി പോയി എന്ന് തഫ്സീറുകളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നോമ്പെടുക്കാതെ ഫിദിയ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കോമൻകാന മരീവൻ സഫരിൻ, ദീർഘയാത്രയിലാണ്, നോമ്പെടുത്താൽ പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്ന യാത്രക്കാരനോ അതല്ലെങ്കിൽ മാറാൻ സാധ്യതയില്ലാത്ത രോഗം കൊണ്ടോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെത്തി ഇനി നോമ്പെടുക്കാൻ കഴിയില്ല എന്ന് തോന്നിയ പ്രായത്തിലുള്ളവർക്കോ മാത്രമേ ഫിദിയ കൊടുത്ത് രക്ഷപ്പെടാവൂ, ഒഴിവാകാവൂ എന്ന് അടുത്ത ആയത്ത് വന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഈ ആയത്ത് പറയുന്നതനുസരിച്ച് ഗർഭിണിയായ സ്ത്രീക്ക് തന്റെ ഗർഭം നിമിത്തം കുഞ്ഞിനോ തനിക്കോ അപകടമുണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ തോന്നിയാൽ എന്നല്ല. നമ്മളങ്ങനെയാണല്ലോ, ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ എന്നല്ല, ഫൈൻ ഖാഫ എന്നാണ്. ഫൈൻ ഖാഫ, അവർക്ക് ഭയമുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് മാറ്റിവെക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ദീൻ കൊണ്ട് നടക്കപ്പെടുന്നത്, ദീൻ ആചരിക്കപ്പെടുന്നത് ഈ വർഷം ഗർഭമാണ്, അതുകൊണ്ട് ഈ വർഷം നോമ്പെടുക്കണില്ല. അടുത്ത വർഷം മുലയൂട്ടലാണ്, അടുത്ത വർഷം നോമ്പെടുക്കണില്ല. മൂന്നാമത്തെ വർഷം വീണ്ടും ഗർഭമാണ്, അപ്പോഴും നോമ്പെടുക്കണില്ല. അപ്പൊ ഇന്റെ അമ്മ 12 പ്രസവിച്ചിരുന്നു, എത്ര കൊല്ലം നോമ്പെടുക്കാതെ വെറുതെ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഇന്നത്തെ നിയമമാണെങ്കിൽ 20 കൊല്ലം എന്റെ അമ്മക്ക് നോമ്പെടുക്കണ്ടാത്ത രക്ഷപ്പെടാനുള്ള കാലം കഴിഞ്ഞിട്ടുണ്ട്. അന്നാവട്ടെ സ്ഥിതി കൊടുക്കാനുള്ള മാർഗം കൂടെ നമുക്കോട്ട് ഇല്ല താനും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ദീനുൽ ഇസ്ലാം 1450 കൊല്ലം മുമ്പുള്ളതാണ് എന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ 2 വിഭാഗത്തിന് മാത്രമാണ് ഇപ്പോൾ ഫിദിയ കൊടുക്കാനുള്ള അവകാശമുള്ളത്. വലിതുക്മിലുൽ ഇദ്ദ, പിന്നീട് ഒരിക്കൽ നോറ്റാ മതി എന്ന് പറയാൻ കാരണം റമദാനിൽ എത്ര പകൽ ഉണ്ടായിരുന്നുവോ അത്രയും പകലിലെ നോമ്പ് നിങ്ങൾ പിന്നീട് നോൽക്കാൻ വേണ്ടിയാകുന്നു. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് പോയവർക്ക് ലഭിക്കാത്ത, രോഗം കൊണ്ട് വലയുന്നവർക്ക് ലഭിക്കാത്ത ഈ മഹത്തായ നിഅമത്ത് ഒരിക്കൽ കൂടി മുഅ്മിനീങ്ങളെ നമുക്ക് അല്ലാഹു നൽകിയത്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നമ്മളുടെ ജീവിതം അല്ലാഹുവെ മഹത്വപ്പെടുത്താനുള്ളതായി ആക്കി തീർക്കാനുള്ള ഒരവസരം കൂടി നൽകുക എന്നതാണ്. വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും ചിന്താഗതിയിലും ഉൾപ്പെടെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അല്ലാഹുവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നത് എങ്ങനെയെന്ന് പരിശീലിക്കാനുള്ള കാലമാകുന്നു റമദാൻ. വലഅല്ലക്കും തശ്കുറൂൻ, അതോടൊപ്പം ഇത്തരം ഒരു മഹത്തായ നിഅമത്ത്, 2 ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു, അതിൽ ഒരാൾ നേരത്തെ ഷഹാദത്ത് വരിക്കുന്നു, അവരിൽ 1 വർഷം കൂടി കഴിഞ്ഞിട്ട് മരിക്കുന്നു. അങ്ങനെ ഈ 2 പേരുടെയും കൂട്ടുകാരനായ മൂന്നാമനൊരാൾ സ്വപ്നം കാണുന്നിടത്ത് സാധാരണഗതിയിൽ മരണപ്പെട്ടു പോയ ആൾ ആദ്യം സ്വർഗത്തിൽ പോകുന്നു, രക്തസാക്ഷി അയാൾക്ക് ശേഷവുമാണ് പോകുന്നത്. അത്ഭുതത്തോടെ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയാൾ 1 വർഷം കൂടി ജീവിച്ചിരുന്നില്ലേ കൂടുതലായി? അതെ. അപ്പോൾ അയാൾക്കൊരു റമദാൻ കൂടി കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ? അതെ. ആ റമദാനിൽ അയാൾക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ? അതെ. ഇഅ്തികാഫിൽ സാധിച്ചിട്ടുണ്ടാവുമല്ലോ? അതെ. ഖിയാമുൽ നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടാവുമല്ലോ? അതെ. പിന്നെന്താണോ സംശയം? അയാളോളം പുണ്യം നേടാൻ പിന്നീട് മറ്റാർക്കാണ് അവസരമുള്ളത്? വലഅല്ലക്കും തശ്കുറൂൻ, മുമ്പുള്ളവർക്ക് ലഭിക്കാത്ത ഇത്തരം ഒരു നിഅമത്ത് നൽകിയതിന് അല്ലാഹുവിന് ശുക്റുള്ളവരാവുക എങ്ങനെയാണെന്ന്, ശുക്റുള്ള നന്ദിയുള്ള അടിമയായി ജീവിക്കാനുള്ള പരിശീലന കാലമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് റമദാൻ. അതല്ലാതെ ഇതൊരു ഉപരിപ്ലവമായ ഒരു മാസത്തെ ആചാരമോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിക ജീവിതത്തിലെ നാഴികക്കല്ലുകളിൽ 4ാമത്തെ സ്തംഭമാണ് പരിശുദ്ധ റമദാൻ എന്നും അതിന് ഷഹാദത്ത് കലിമ പോലെ, നമസ്കാരം പോലെ, സക്കാത്ത് പോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുമുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. റമദാനിന്റെ
റമദാനിന്റെ പകലന്തിയോളം നോമ്പ്, റമദാനിന്റെ ഇരവ് വൈകുന്നേരം മുതൽ രാവിലെ വരെ ഖുർആൻ പാരായണം, തറാവീഹ് നമസ്കാരം, ചൊവ്വാൽ പിറ കണ്ടാൽ പിന്നീട് പള്ളിയും വേണ്ട വട്ടക്കാരും വേണ്ട എന്നൊരു ചിന്തയല്ല. 30 ദിവസവും നമ്മുടെ ഹൗലുകൾ, വാട്ടർ ടാങ്കുകളുടെ ഇളക്കം പള്ളികളിൽ മാറാറില്ല. ആളുകൾ വന്നുകൊണ്ടേയിരിക്കും ജമാഅത്ത് നമസ്കാരങ്ങൾക്ക്. 31ാമത്തെ ദിവസം അങ്ങനെ പള്ളിയുടെ ഹൗല് ആ ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഒരു 10 ആളെങ്ങാനും വന്നാലായി എന്നല്ലാതെ വേറെ ആരും ഇല്ലാത്ത ഒരവസ്ഥ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ളതാണ് നോമ്പ് എന്ന് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഞാനും നിങ്ങളും തിരിച്ചറിവുള്ളവരാകാൻ വേണ്ടിയാണ്. ഈ 30 ദിവസവും 150 തവണ ഇതേ മിനാരങ്ങളിൽ നിന്ന് വിളിച്ച അതേ വിളി തന്നെയാണ് 151ാമത്തെ തവണയും അതേ മിനാരത്തിൽ നിന്ന് വിളിക്കുന്ന ഹയ്യ അലൽ സ്വലാത്തിന് ഉണ്ടാവുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കാനുള്ളതാണ്. വലഅല്ലക്കും തശ്കുറൂൻ, പരിശുദ്ധ റമദാൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ പാപങ്ങൾ കരിഞ്ഞു പോകണമെങ്കിൽ റമദാനിനുള്ള ചില പേരുകളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. റമദാനിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാക്കും ശഹ്റു റമദാൻ ശഹ്റും മുബാറക് എന്നാണ്. നിങ്ങൾക്കിതാ റമദാൻ മാസം വന്നിരിക്കുന്നു, അതായത് അനുഗ്രഹീതമായ മാസം, ബറക്കത്താക്കപ്പെട്ട മാസം ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് അനുഗ്രഹീതമായ മാസമാണ്. എന്തുകൊണ്ടാണ് ഇത് അനുഗ്രഹീതമാകുന്നത്? മറ്റൊരു പേര് റമദാനിൻ്റെത് ശഹ്റുൽ ഖുർആൻ എന്നാണ്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ് എന്നതുകൊണ്ടാണ്. റമദാൻ മാസം ആയതുകൊണ്ട് ഖുർആൻ ഓതുക എന്നതല്ല, ഖുർആന്റെ മാസം ആയതുകൊണ്ട് നോമ്പ് ആചരിക്കുക എന്നതാണ് മുസൽമാന്റെ നിലപാട്. ഖുർആന്റെ മാസം ആയതുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുക, റമദാൻ ആയതുകൊണ്ട് ഖുർആൻ ഓതുക എന്നതല്ല. ചുരുക്കത്തിൽ ഖുർആനിലൂടെയല്ലാതെ നമുക്കൊരു ജീവിതമില്ല. അതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. കാരണം ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും ശരിയായ നിലപാടുകളിലേക്ക് മാത്രമാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ കൊണ്ടുപോവുക എന്ന്, അത് വിശുദ്ധ ഖുർആന്റെ മാത്രം പ്രത്യേകതയായിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചതാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, അഖ്വമായ മാർഗം, വാക്കിലും നോക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും നമ്മൾ പുലർത്തേണ്ടുന്ന ഏറ്റവും ഉന്നതമായ രീതി, ഏറ്റവും ഉന്നതമായ സ്വഭാവം, ഉന്നതമായ പെരുമാറ്റ മര്യാദ, ഉന്നതമായ സംസാര മര്യാദ, ഉന്നതമായ ചിന്താരീതി എല്ലാം പഠിപ്പിക്കും പരിശുദ്ധ ഖുർആൻ. അതിന്റെ അനുയായികൾക്ക് പിന്തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അയാളെ സംബന്ധിച്ച് മോശമെന്ന് അഭിപ്രായപ്പെടാനുള്ള ഒരു നിമിഷാർത്ഥം പോലും അയാളുടെ ജീവിതത്തിൽ ആർക്കും കണ്ടെത്താൻ കഴിയില്ല. അതാണ് വിശുദ്ധ ഖുർആനിന്റെ മാസമായ റമദാനിന്റെ പ്രത്യേകത. മറ്റൊന്ന്, റമദാൻ ശഹ്റു സ്വബർ, ഇത് ക്ഷമയുടെ മാസമാണ്. 2 ഈത്തപ്പഴം മാത്രം കഴിച്ച് 12 മണിക്കൂർ നോമ്പെടുക്കുന്ന ആളുകൾ അല്ലേ? 2 ഈത്തപ്പഴം മാത്രം കഴിച്ച് 12 മണിക്കൂർ നോമ്പെടുക്കുന്ന ആളുകൾ, ഈത്തപ്പഴവും വേണ്ട എനിക്ക് 2 ഗ്ലാസ് വെള്ളം മാത്രം മതി എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളിൽ ചിലരും. മക്കളെ, അത് തിരുത്തണം. കാരണം അത്താഴം കഴിക്കുക എന്നത്, അത്താഴത്തിന് എന്തെങ്കിലും ഒന്ന് കഴിക്കുക എന്നത് കുടിക്കുക എന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കി പറഞ്ഞതും അത് ബറക്കത്താക്കി പറഞ്ഞതും അതിനുമപ്പുറം അൽഫർഖു ബൈന സുയാമിനാ വസുയാമി അഖിലത്ത് കിതാബി അഖിലത്തു സഹർ എന്ന് പറഞ്ഞു. വേദക്കാരുടെ അഖില കിതാബിന്റെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അഖിലത്തു സഹർ, അത്താഴം കഴിക്കുക എന്നതാണ്. അത് കഴിക്കാതിരിക്കൽ അവരുടെ നോമ്പിന്റെ ശീലമാണ്, അതുണ്ടായിക്കൂടാ. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു തുമൈറാത്തിൻ, 1, 3, 5 ഈത്തപ്പഴമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്നുമായിരുന്നു. അപ്പൊ എനിക്ക് 2 ഗ്ലാസ് വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന ആ പ്രവണതന്റെ പൊന്നാര മക്കൾ മാറ്റി വെക്കണം. എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് എങ്കിലും ഒന്നെടുത്ത് കടിക്കാൻ നോക്കണം. അത് പറ്റുമെങ്കിൽ ഒറ്റയായി അവസാനിപ്പിക്കാൻ നോക്കണം. അതൊക്കെയാണ് ഒന്ന്. തസഹറു ഫഇന്ന ഫി സഹൂരി ബറക്ക, അത് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്ന കാര്യമാണ് അത്താഴം കഴിക്കൽ.
കഴിക്കൽ, അത് സുബഹി ബാങ്കിനോട് അടുപ്പിച്ചാവുക എന്നത് അതും സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. എന്തായാലും റമദാൻ ശഹ്റു സ്വബർ, ആ 2 ഈത്തപ്പഴത്തിൽ 13 മണിക്കൂറോളം വിശന്നിരിക്കാൻ കഴിയുന്ന ആ ക്ഷമ, അപ്പൊ കുടിച്ച 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു കട്ടൻ ചായയിൽ 10-13 മണിക്കൂർ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആ ക്ഷമ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനികമായ മേഖലയിൽ കൂടി ഉണ്ടാവേണ്ടതല്ലേ? നമ്മുടെ ഈമാനികമായ മേഖലയിൽ കൂടി ഉണ്ടാവേണ്ടതല്ലേ? ഉച്ച കഴിഞ്ഞാൽ വാപ്പാന്റെ അടുത്ത് ഒന്നും പറയാൻ പാടില്ല, മൂപ്പർക്ക് നോമ്പ് തലയിൽ കയറിയ നേരാണെന്നാ നമ്മൾ പറയാ. നോമ്പാണ്ട് തലയിൽ കയറിയ പിന്നെ ഒന്നും ആണ് പറയാൻ പാടില്ല. അങ്ങനെ ഒരു തലയിൽ കയറേണ്ട സാധനമല്ല നോമ്പ്. പിന്നെയോ അത് മനസ്സിൽ കയറേണ്ട സാധനമാണ്. നോമ്പെടുക്കുന്നവൻ നോമ്പിന്റെ ഓരോ നിമിഷവും കടന്നു പോകുന്നതിനനുസരിച്ച് തണുത്തുകൊണ്ടേയിരിക്കണം. മനസ്സ് തണുക്കണം, ശരീരം തണുക്കണം, തലച്ചോറ് തണുക്കണം, വാക്ക് തണുക്കണം. കാരണം സ്വർഗമാണ് ക്ഷമയുടെ പ്രതിഫലം. ഏതൊരു സൽസ്വഭാവവും ഉണ്ടാവണമെങ്കിൽ അതിന് ക്ഷമയാണ് അടിസ്ഥാന ഘടകമായിട്ടുള്ളത്. അല്ലാഹു ക്ഷമാലുക്കളോടൊപ്പമാണ്. റമദാനിന്റെ പേരാണത്, വഹുവ ശഹ്റു സ്വബർ. 4ാമത് അതിന്റെ പേര് വഹുവ ശഹ്റുൽ മുവാസാത്ത്. അത് പട്ടിണിക്കാരന്റെ, കഷ്ടപ്പെടുന്നവന്റെ ദുഃഖവും ദുരിതവും അറിയാനും സഹായിക്കാനുമുള്ള മാസമാണ്. സഹായ സഹകരണങ്ങളുടെ, സന്നദ്ധ സേവനങ്ങളുടെ, സേവന പ്രവർത്തനങ്ങളുടെ മാസം. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ഞങ്ങൾ എന്താണ് ഇനി കൊടുക്കേണ്ടത് എന്ന് നബി അവർ താങ്കളോട് ചോദിക്കുന്നത് കേൾക്കുന്നു. താങ്കൾ അവരോട് പറയുക, ഖുലിൽ അഫ്വ, എന്താണോ നിങ്ങളുടെ കയ്യിൽ മിച്ചം വരുന്നത് അതെല്ലാം കൊടുത്തേക്ക്, ഒരു കുഴപ്പവുമില്ല എന്ന് അവരോട് പറഞ്ഞേക്ക്. എന്താണോ മിച്ചമുള്ളത് അതെല്ലാം കൊടുത്തേക്ക്. എന്തെല്ലാമാണ് മിച്ചം നോക്കാണ് നമ്മുടെ അടുത്ത്. എത്ര കൊടുത്താലാ ഇതൊക്കെ തീരാൻ നോക്കാണ്. ഒരു മിച്ചല്ലാഞ്ഞിട്ടല്ല. നമ്മളെ പ്രശ്നം എന്താ അറിയോ? ഇതേ ചോദിച്ച ആൾക്കൂട്ടത്തിൽ ചിലരുടെ നിലപാടായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി ഇദൻ ലഅംസകതും ഖസിയത്തൽ ഇൻഫാഖി വകാനൽ ഇൻസാനു ഖതൂറ. മനുഷ്യരെ, നിങ്ങൾക്ക് ആകാശഭൂമികളുടെ ആധാരക്കെട്ട് നിങ്ങളുടെ പേരിലേക്കാണ്ട് എഴുതി തന്നാലും കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന് പേടിച്ച് നിങ്ങൾ പിശുക്ക് കാണിക്കും. നിങ്ങളോളം വലിയ പിശുക്കന്മാർ വേറെയില്ല. വഹുവ ശഹ്റു സ്വബർ വഹുവ ശഹ്റുൽ മുവാസാത്ത്. അയൽപ്പക്കത്തെ വീട്ടില് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാകും. ഇല്ലയോ ഉണ്ടോ എന്നൊന്നും പരിശോധിക്കണം. അത് ഹിന്ദു വീട്ടിലാണെങ്കിലും ക്രിസ്ത്യൻ വീട്ടിലാണെങ്കിലും നമ്മുടെ അയൽപ്പക്കക്കാർക്ക് വിശപ്പില്ല എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുമപ്പുറം, അതുമാത്രം പോരാ, നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന രുചിയേറുന്ന വിഭവങ്ങളുടെ മണം, അതിന്റെ സുഗന്ധം കേട്ട് അപ്പുറത്തെ കുഞ്ഞുമക്കൾ സങ്കടപ്പെടാനുള്ള അവസ്ഥയുണ്ടാവരുത്. ഇതിൽ നിന്നൊരു പ്ലേറ്റ് അവർക്ക് കൂടി കൊടുക്കണം. മണം മാത്രം കേൾപ്പിച്ച് മോഹിപ്പിച്ച് സുന്നത്തെടുക്കാൻ പറ്റൂല എന്നർത്ഥം. ഇതാമുന കറിക്ക് പറയാ. മറക്കാന്ന് പറഞ്ഞാൽ നല്ല വില കൂടിയ കറി എന്ന അർത്ഥം. ഇതാ തൊബഖ്ത മറക്കത്തൻ, അബൂദർറെ, നീ മറക്കത്തുണ്ടാക്കിയാൽ, നല്ല കറി ഉണ്ടാക്കിയാൽ, കുറച്ച് വെള്ളം ചേർത്തേക്ക്. ജീറാനക്ക, എന്നിട്ട് അടുത്ത വീട്ടിലേക്ക് ഒരു പ്ലേറ്റ് കൊടുത്തേക്ക്. വെള്ളം ചേർക്കാതെ തന്നെ കൊടുക്കാറുണ്ടാകും. നമ്മളത് കൊടുക്കലെപ്പോഴറിയോ? നമ്മൾ നോമ്പ് തുറക്കുമ്പോ ഒന്ന് കഴിക്കും, ബാക്കി നമ്മള് തറാവി കഴിഞ്ഞിട്ട് തിന്നാനോട് എടുത്തേക്കും. പിന്നെ നമ്മൾ അത്താഴത്തിന് നീക്കുമ്പോ അങ്ങനെ ഓർക്കും, ഇനിയിപ്പോ ഇത് എടുത്തേച്ചാ ഇത് കേടന്നു പോകും. ഒന്നുകിൽ പട്ടിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അയലോക്കത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ തീരുമാനിക്കും, എന്നാ പിന്നെ അയലോക്കത്ത് കൊടുക്കാം. സുബ്ഹാനല്ലാഹ്, ഈ അയലോക്കക്കാരന്റെ സ്ഥാനപ്പ ആരോടൊപ്പ? എന്നിട്ട് അതിന് കൂലി കിട്ടണമെന്ന് മോഹിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടുണ്ടോ? പറയാനുള്ളതൊക്കെ വേദനയോടുകൂടി പറയാട്ടോ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇപ്പൊ ശഹ്റുൽ മുവാസാത്താണ്. കൈമെയ് മറന്ന് സഹായ സഹകരണങ്ങൾ നൽകേണ്ടുന്ന മാസമാണ്. ഇനിയൊന്നുള്ളത് ശഹ്റു ദുആ, ഇത് പ്രാർത്ഥനയുടെ മാസമാണ്. പ്രാർത്ഥിക്കാത്തവരെ അള്ളാഹുവിന് താല്പര്യമില്ല. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പ്രാർത്ഥിക്കാത്തവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അള്ളാഹു അവരെ പരിഗണിക്കുകയേയില്ല എന്ന് പഠിപ്പിച്ചു.
നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന, ബാങ്കിനും ഇഖാമത്തിനുമിടയിലുള്ള പ്രാർത്ഥന, രാത്രി സമയങ്ങളിലുള്ള പ്രാർത്ഥന, അത്താഴ സമയത്ത് സുബഹിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥന, ഇതെല്ലാം സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ സൂറത്തുൽ ദാരിയാത്ത്. സഹറിന്റെ അത്താഴത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നല്ലവരായ വിശ്വാസികൾ. ഇന്ന നാസിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖവമു ഖീലാ സൂറത്തുൽ മുസമ്മിൽ. രാത്രിയുടെ അവസാന സമയമാണ് ഉള്ളുരുകിയ പ്രാർത്ഥനക്ക് ഏറ്റവും നല്ല സമയം. എപ്പോഴാണ് നബിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന ചോദ്യത്തിന് ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടിൽ എന്നാണ് മറുപടി. ഈ സമയമൊക്കെയും ഇപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ഇണകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അയൽപ്പക്കക്കാർക്ക് വേണ്ടി, മുസൽമാന് വേണ്ടി. അതോടൊപ്പം അസ്തിത്വം ചോദ്യം ചെയ്യുന്ന ഒരു നിയമം ഇവിടെ നടപ്പിലായിരിക്കുന്നു, CAA. നമുക്ക് ചെയ്യാനുള്ളത് ഈ റമദാനിൽ നമ്മുടെ കൈകൾ റഹ്മാനായ റബ്ബിലേക്ക് ഉയർത്തുകയല്ലാതെ ലോകൈകനാഥന്റെ മുമ്പിൽ പടച്ചവനെ ഞങ്ങളുടെ നിലവിൽ പൗതാളത്തിലാകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, സകലമായ ദുഷ്ടശക്തികളിൽ നിന്നും, ഞങ്ങളോട് കൃപയില്ലാത്ത ഭരണാധികാരികളുടെ ശർറിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അല്ലാഹുവിലേക്ക് കൈ ഉയർത്താൻ ഈ റമദാനിന്റെ ഈ വിശുദ്ധമായ സമയങ്ങൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെ റമദാനായി, മുബാറക്കായി, സെഹറുൽ ഖുർആനായി, സെഹറുൽ സബറായി, സെഹറുൽ മുവാസാത്തായി, സെഹറുൽ ദുആ ആയി നമുക്ക് ഈ മാസത്തെ ആചരിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുള്ളവരായി മാറാൻ സാധിക്കും. അത്തരം യഥാർത്ഥ മുത്തഖീകളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു യാ റബ്ബൽ കമാ റബ്ബയാനി സഗീറ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസന ഉലൈക റഫീഖാ. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി പരിശുദ്ധ റമദാനിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അറിഞ്ഞ് ആചരിച്ച് ആദര ബഹുമാനപൂർവ്വം അതിൻ്റെ ഇരവ് പകലുകളെ സമീപിക്കാൻ, മുത്തക്കികളായി ജീവിക്കാനും മരണപ്പെടാനും കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൻ്റെ അടിയന്തര പ്രാധാന്യമുള്ള ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് സംശയങ്ങൾ ഇവിടെ ഉണ്ടാവാം. അതിന് നമ്മളൊരു സമയം വെച്ചിട്ടുമുണ്ട്. അവിടെ നമുക്കത് ഇൻഷാ അല്ലാഹ് തീർക്കാവുന്നതുമാണ്. റമദാനിന്റെ മുറകളിൽ ഒന്നാമത്തേതായി കടന്നു വരുന്നത് നിയ്യത്താണ്. 2 തരം നിയ്യത്തുകളാണ് റമദാനിൽ ഉണ്ടാവേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റമദാൻ മാസം പിറന്ന വിവരമറിയുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മാസം മുഴുവനും എനിക്ക് നോമ്പായിരിക്കും എന്ന് തീരുമാനിക്കുക എന്നതാണ് ഒന്നാമത്തെ നിയ്യത്ത്. രണ്ടാമത്തെ നിയ്യത്ത്, ഓരോ നോമ്പിനും അതാത് ദിവസങ്ങളിൽ അത്താഴം കഴിഞ്ഞ് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് ഇൻഷാ അല്ലാഹ് നാളെ എനിക്ക് നോമ്പാണ് എന്ന നിയ്യത്തുണ്ടായിരിക്കണം, തിരിച്ചറിവുണ്ടായിരിക്കണം, അത് മനസ്സിൽ ഉറപ്പിക്കണം. ആ നിയ്യത്ത് നോമ്പ് അവസാനിപ്പിക്കുന്നത് വരെ നിലനിർത്തുകയും വേണം. ആ നിയ്യത്തു മഹല്ലുഹു അൽ ഖസ്ദ് വൽ ഖൽബ് എന്നാണ്. അൽ നിയ്യത്തു മുറാദുഹു അൽ ഖസ്ദ് വ മഹല്ലുഹു അൽ ഖൽബ് എന്ന. നിയ്യത്ത് എന്നാൽ ഉദ്ദേശം എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ സ്ഥാനമാകട്ടെ ഹൃദയവുമാകുന്നു. വതലഫ്ദു ബിഹി ബിദ്അ എന്ന് പണ്ഡിതന്മാരിൽ ചിലർ ഒരു വിഭാഗം പറഞ്ഞിട്ട് വതലഫ്ദു ബിഹി ബിദ്അ, അത് ചൊല്ലി പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലങ്ങളിൽപ്പെട്ടതല്ല, സ്വഹാബത്തിന്റെ ശീലത്തിൽപ്പെട്ടതും അല്ല. അപ്പോ അത് നിയ്യത്തുൽ വേണം, അതില്ലാതെ ഒരു കർമ്മമൊട്ട് സ്വീകരിക്കുകയുമില്ല. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അത്താഴം കഴിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണഗതിയിൽ അത്താഴം കഴിച്ചിരുന്ന രൂപം നമ്മൾ പറയുകയുണ്ടായി. അത്താഴം കഴിച്ചിരുന്ന സമയം എപ്പോഴായിരുന്നു എന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു.
ഞങ്ങൾ നബിയോടൊപ്പം അത്താഴം കഴിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ സെയ്ദ് ബിൻ സാബിത്തിൽ നിന്ന് കേട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, കം കാന ബൈനഹുമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ സുബഹി ബാങ്ക് വിളിക്കാൻ ഏകദേശം എത്ര സമയം വരുമായിരുന്നു? അപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന മറുപടി, ഖദറ 50 ആയ, ഏകദേശം ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം. നമ്മൾ ഓതുന്നത് പോലുള്ള 50 ആയത്തല്ല കേട്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് പോലുള്ള 50 ആയത്ത്. അതെങ്ങനെയാണ്? കാന യഖറഉൽ ഖുർആന തർത്തീലൻ വതർത്തീല, ഹർഫ് ഒപ്പിച്ച് ലഫ്ള് ഒപ്പിച്ച് മഖ്റജിന്റെ ഉച്ചാരണം ക്ലിയറാക്കി അതിന്റെ നിയമങ്ങളും ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാരായണമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നമ്മുടെ പഴയ കുടിയോത്തിന്റെ സമ്പ്രദായം ഏതായാലും ആവരുത് എന്നർത്ഥം. ഒരു അരമണിക്കൂറൊക്കെ മുമ്പിലാവാനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ അത് സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ പോകാവുന്നതുമാണ്. ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസാലുൻ നാസു ബിൽ ഖൈരി മാ അജ്ജലുൽ ഫിത്ര വ അഖറു സഹർ എന്നാണ്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയും അത്താഴം കഴിക്കാൻ വൈകിപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ഈ സമുദായം നിലനിർത്തുന്ന കാലത്തോളം സമുദായം ഖൈറിലായിരിക്കും, നന്മയിലായിരിക്കും. അപ്പൊ അടുത്തതെന്താ? നോമ്പ് തുറക്കുക എന്നതാണ്. നമ്മുടെ നാട്ടിൽ 5 or 10 പള്ളികളുണ്ട്. ഈ 10 പള്ളികളിൽ നിന്നും ബാങ്ക് നമ്മൾ കേൾക്കാറുമുണ്ട്. നമുക്ക് നമ്മുടെ പള്ളിയിൽ ബാങ്ക് കൊടുത്താലേ നോമ്പ് മുറിക്കാൻ പറ്റൂ എന്നൊരു ചിന്തയല്ല വേണ്ടത്. ഇതൊക്കെയും മുസ്ലിങ്ങളുടെ പള്ളികളാണ്. ചിലപ്പോൾ ക്ലോക്കിന്റെ ഒന്ന് അര മിനിറ്റ് 1 മിനിറ്റ് 3/4 മിനിറ്റ് സെക്കൻഡുകളുടെ വ്യത്യാസങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ഒരു പള്ളിക്കത്തെ ഇമാമ് നോമ്പ് ബാങ്ക് കൊടുത്തിട്ട് നോമ്പ് മുറിക്കുന്നവരായിരിക്കാം. അപ്പുറത്തെ പള്ളിക്കത്തെ ഇമാമ് ഒരു ഈത്തപ്പഴം കടിച്ച് തിന്നതിന് ശേഷം ബാങ്ക് വിളിക്കുന്നവനായിരിക്കാം. ഇങ്ങനെയുള്ളൊരു നല്ല ചിന്തയൊക്കെ പോരെ ഇതിനെക്കുറിച്ച് ഞങ്ങളെ പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് പറയുന്നൊരു വാശി നമുക്ക് വേണ്ടതില്ല. എവിടെ നിന്നാണോ ആദ്യത്തെ അല്ലാഹു അക്ബർ ഉയരുന്നത് അവിടെയാണ് നമ്മൾ ബാങ്ക് വിളിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഏകനാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനാണെന്നും വിശ്വസിക്കുന്ന ആരുടെ പള്ളിയിലെ ബാങ്കും അത് മുസൽമാന്റെ ബാങ്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിലൊരു തഅ്ജീല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വരുന്ന വചനങ്ങൾ അങ്ങനെയൊന്നുമല്ല. കുറച്ചുകൂടെയൊക്കെ കടന്നാ പറയും ഇൻഷാ അല്ലാഹ്. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത് തീർക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫർഖു മാ ബൈന സിയാമിനാ വ സിയാമി അഹ്ലിൽ കിതാബി അഖലത്തു സഹർ, അത്താഴം കഴിക്കലാണ്, കുടിക്കലല്ല. കഴിച്ചേ മതിയാവൂ, എന്തെങ്കിലും ഒന്ന് കഴിച്ചേ മതിയാവൂ. അത് വയറ് നിറയെ ആകാം, അല്പവുമാകാം. 3 ഈത്തപ്പഴമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നു. ഈത്തപ്പഴമാണെങ്കിൽ അത് ഒറ്റയായിട്ടായിരുന്നു നബി അവസാനിപ്പിച്ചിരുന്നത് എന്നൊക്കെ ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ എണ്ണൊക്കെ പറയണതെടുത്ത് അത് വെറുതെ പറഞ്ഞതാവൂല എന്നുള്ളൊരു ചിന്തയെങ്കിലും നമുക്ക് വേണ്ടേ? റസൂൽ വക്കാന യൂത്തിറു എന്നൊക്കെ പറയുമ്പോഴേ, തുമൈറാത്ത് എന്നൊക്കെ പറയുമ്പോ അതൊക്കെ അതിന്റെ സൂക്ഷ്മമായ പഠനമാണ്, അറിവാണ് നമ്മിലേക്ക് പകർന്നു തന്നത്. 1500 കൊല്ലം മുമ്പ് നമ്മുടെ നേതാവിന്റെ സമ്പ്രദായം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അലസത കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാചക സ്നേഹികളാണ് എന്ന് പറയുന്നതിൽ വലിയ കാര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ എന്നത് എന്താണ് എന്നും നോമ്പ് എന്നത് എന്താണ് എന്നും അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്നും അതുകൊണ്ട് നേടേണ്ടത് എന്താണെന്നും വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മുത്തഖികളാവുക എന്നതാണ്. അങ്ങനെ മുത്തഖികളായി ജീവിക്കാനും മരിക്കാനുമുള്ള ഈ ഒരു പരിശീലന കാലയളവിനെ 100% ആത്മാർത്ഥതയോടുകൂടി ഉപയോഗപ്പെടുത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റമദാനിന് നിരക്കാത്ത, നോമ്പിന് നിരക്കാത്ത, ദീനുൽ ഇസ്ലാമിനും ഈ സമുദായത്തിനും സ്വന്തം മഹല്ലത്തിനും അപമാനം ഉണ്ടാക്കുന്ന, മാനക്കേടുണ്ടാക്കുന്ന യാതൊന്നും നമ്മളിൽ നിന്നുണ്ടാവാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും വിമാനം തക്കവയും കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നോമ്പുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ച എല്ലാ ആചാര മര്യാദകളെയും അതിന്റെ പൂർണ്ണ തോതിൽ നിലനിർത്തി കൊണ്ടുപോകുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റമദാനിനെ പൂർണ്ണമായി ആചരിക്കുവാനുള്ള ആരോഗ്യവും ഈമാനും തഖ്വയും റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ അനുഭവിക്കുന്ന
ചെറുതും വലുതുമായ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു നമുക്ക് ശിഫയാക്കി നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരായ സത്യവിശ്വാസികൾക്ക് റഹ്മാനായ റബ്ബെ മഗ്ഫിറത്ത് നൽകണമേ നാഥ, മർഹമത്ത് നൽകണമേ റഹ്മാനെ, ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ കണ്ടെത്താനും അവരോട് ഒരുമിച്ച് ജീവിക്കാനും ഞങ്ങൾക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا صيامنا وقيامنا وصالح أعمالنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على محمد.